ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ റെനോൾട്ട് സ്കാല ഉണ്ടോ, സ്കാലിൻ്റെ ഡാഷ്ബോർഡ് അയച്ചു വെച്ചിട്ടുള്ളതാണ്. ഡാഷ്ബോർഡ് അയക്കാറുള്ള കാരണം സാധാരണ നമ്മൾ കൂളിംഗ് ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ ആണല്ലോ ഡാഷ്ബോർഡ് അയക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ അയച്ചിട്ടുള്ളത് അതിനൊന്നല്ല. എ സിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, അതൊന്നുമല്ല. നമ്മൾ എലീനെ പിടിക്കാനാണ് ഇന്ന് നമ്മൾ ഡാഷ്ബോർഡ് അയച്ചിട്ടോ. അപ്പോൾ എലി കയറി, ഇതിനകത്ത് എലി കയറി ചത്ത് കിടക്കുന്നുണ്ട്. ഭയങ്കര സ്മെല്ല് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ വണ്ടി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി വണ്ടി വന്നിട്ട്. നമ്മളത് വർക്കിനെടുത്തത് ഇപ്പോൾ ഇന്നാണ് വർക്കിനെടുത്തത്. ഈ ഒരാഴ്ച നേരെ കൊണ്ട് വെയിലത്തിട്ട് ഇരുന്നുണ്ടോ. വണ്ടി വന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ല്. അത് എലി ചത്ത് ആ ഒരു പച്ച ഇറച്ചീൻ്റെ സ്മെല്ലുണ്ടല്ലോ, അതേന്നോ. അത് വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്മെല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഉള്ളിൽ കയറി പണിയണമല്ലോ. ഇപ്പോൾ സ്മെല്ലുണ്ട്. എന്നാലും ഒരു ദിവസം 2 ദിവസമൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ അയച്ചെടുക്കണേ. കുറേ നേരം ആ സ്മെല്ലൊന്നും അടിച്ച് കയറി കഴിഞ്ഞാൽ തലക്കൊരു പെരുപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് അത് ഉണങ്ങി സ്മെല്ല് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ വണ്ടി ഇട്ടുക. പച്ച സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി ആ സ്മെല്ല് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി നമുക്ക് അയച്ചെടുത്തിട്ട് ഇത് നമുക്ക് ആദ്യം നമ്മൾ പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ ഒന്നിച്ച് മലത്തി വയ്ക്കാൻ, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാനല്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കിയാൽ ആ എരിയിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് കളയണം. അത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോന്നായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് അയച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഇവാബറിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ. വെലി ഉണ്ട് ഇതിനകത്ത്. ഞാൻ തുറന്നു പോയി കണ്ടു. നമ്മളെ ബ്ലോവറിൻ്റെ മോട്ടർ അവിടുന്ന് അയച്ചാൽ കിട്ടും. അപ്പോൾ അതിനകത്തുണ്ട് ബ്ലോവറിൻ്റെ മോട്ടറിൽ കയറിയിട്ട് അരഞ്ഞതാണ്. അപ്പോൾ ഇതിൽ കയറിയത് ഏത് വഴിയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കയറിയത് ഇതുവഴിയാണോ, ഇതുവഴിയാണ്. ഇത് ഒരു വണ്ടിക്കും ഇവിടെ നെറ്റ് കൊടുക്കൂല. കമ്പനിക്ക് ആദ്യം തന്നെ കൊടുത്താൽ മതി നെറ്റ്. പക്ഷെ ചില വണ്ടികൾക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഫോർഡിൻ്റെ ഏതോ ഏതോ വണ്ടിക്ക് കണ്ടിട്ട് ഇവിടെ നെറ്റ് ഉള്ള ടൈപ്പ്. അല്ലാത്ത വണ്ടിക്ക് ഒറ്റ നെറ്റ് കൊടുക്കൂല. നേരെ എനിക്ക് കയറിയാണ് പോകുന്നുണ്ടോ. ബ്ലോവർ മോട്ടറാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നേരെ എലി കയറി പോകാം. ഇതുവഴിക്ക് ഇവിടെ എലി കയറാം. ഇപ്പോൾ അയച്ചിട്ട് ഇവിടെ നെറ്റ് അടിക്കണം. ഇതിപ്പോൾ പുറത്തുനിന്നല്ല, ആ ഷട്ടർ തുറന്നിട്ടുകൊണ്ടാണ് എലിയാണ് ഉള്ളിൽ കയറി. അല്ലാണ്ടെങ്കിൽ എലിയാണ് പെട്ടെന്ന് കയറില്ല. അത് കടിച്ച് പറിച്ചു കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് പുറത്തേക്ക് ഷട്ടറാക്കി ഇട്ടുന്നതാണ്. അപ്പോൾ വണ്ടി ഉള്ളവരൊന്ന് സൂക്ഷിച്ചോണം. ആ വണ്ടിനകത്ത് എലി കയറുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. എലി കയറി കഴിഞ്ഞാൽ ആ സ്മെല്ല് പോകണമെന്നില്ല. ഇനി ഇതിപ്പോൾ എത്ര ക്ലീൻ കഴിഞ്ഞാൽ ആ സ്മെല്ല് ഉണ്ടാവില്ല. അത് കുറേ കഴിഞ്ഞാൽ ആ സ്മെല്ല് പോകുള്ളൂ. അത് പോകാൻ ഭയങ്കര വിടുന്നത്. ഇപ്പോൾ എലി മൂത്ത് കഴിച്ച് കഴിഞ്ഞാൽ വണ്ടിന് വന്ന് ആ സ്മെല്ല് പോകണമെന്നില്ല. ഞങ്ങൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി അകത്തൊരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഈ സ്മെല്ല്. അത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ എലി കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അതിൻ്റെ എലിയെ കയറാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിന് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജായി നമ്മളതിലൊരു സ്പ്രേ ഉണ്ട്, 3 ml ഒരു സ്പ്രേ ഉണ്ട് കേട്ടോ. അത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. പിന്നെ അതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ എലി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഫുൾ അസംബ്ലി അഴിച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലോവറിൻ്റെ മോട്ടർ അയച്ചിട്ടുണ്ട്. ബ്ലോവറിൻ്റെ മോട്ടർ അയച്ച് നോക്കുമ്പോൾ ആ ലീഫ് തേൽഭാഗം ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. എലിൻ്റെ ആ തല കൊണ്ടിട്ടേ ഇതാണ് എലി കിടക്കുന്നുണ്ട്. എലി ചത്ത് കിടക്കുന്നുണ്ട്. എലി വന്ന് ബ്ലോവർ മോട്ടറിൻ്റെ അവിടെ ഒന്ന് തല കാണിച്ചേക്ക് മോട്ടർ ഇറങ്ങി നേരെ തല അതിനുള്ളിൽ പെട്ടു. അതാണ് സംഭവിച്ചത്. അപ്പം ബ്ലോവർ മോട്ടറിൻ്റെ ലീഫിൻ്റെ ഭാഗം ഒടിഞ്ഞിട്ടുണ്ട്, ചെറിയതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തെ ഡെറ്റ് എടുത്തിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് എലി കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ലീഫിൻ്റെ തെൽഭാഗം കണ്ടോ, വരഞ്ഞു പോയില്ല. പിന്നെ ഈ ലീഫ് മാറ്റണം. ഈ ലീഫ് നമ്മൾ മാറ്റുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവും. ഈ ലീഫിൽ ആ സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുന്നൊരു മൈക്രോൻ്റെ ബ്ലോവർ മോട്ടർ മാറിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീഫ് നേരെ എടുത്തിട്ട് ഈ ബ്ലോവർ മോട്ടറിൻ്റെ ഇതൊക്കെ വെക്കും കേട്ടോ. മറ്റേ ലീഫ് നമ്മൾ കളയും, ഈ ലീഫ് ഇതിനകത്ത് വെക്കും. ഇതാ ഇവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കും കേട്ടോ. നല്ലപോലെ പെട്രോളൊക്കെ ഇട്ട് ക്ലീനാക്കി സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതാണ് ആ ഡെറ്റ്. അപ്പോൾ ഇതിലാണ് എലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോളൊക്കെ ആക്കി ആദ്യം ക്ലീൻ ചെയ്തിട്ട് സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളത് നെറ്റ് അടിക്കണം കേട്ടോ. ഇതിനകത്ത് നെറ്റ് അടിക്കണം. നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ എലി കയറായിരിക്കുമല്ലോ. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂളിംഗ് ഓയിലും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അഴിച്ചാലേ അതിൻ്റെ കൂളിംഗ് ഓയിൽ അകത്ത് അഴുക്കുണ്ടായിരുന്നു, ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ആ കൂളിംഗ് ഓയിലും കൂടി അഴിച്ച് ക്ലീനാക്കി സെറ്റാക്കും. അതിന് ശേഷം മറ്റേ ഡെറ്റിൽ നെറ്റ് അടിക്കും. ഞാൻ ഒരു കാരണവശാലും അതുകൂടെ എലിനെ കയറാൻ സമ്മതിക്കില്ല. അവിടെ നമ്മൾ നെറ്റ് അടിച്ച് അത് ബ്ലോക്ക് ചെയ്ത് വെക്കും കേട്ടോ.